അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ ഹാജിമാരെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം തന്നെ കേട്ടുകഴിഞ്ഞിരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതിലനുബന്ധമായി വരുന്ന ഏതാനും ചില സംശയങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ദൂരീകരണമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി വന്നിട്ടുള്ള ചോദ്യം, ഇഹ്റാമിലായിരിക്കുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ബോധപൂർവം മുടി വെട്ടാനോ മുടി വടിക്കാനോ പാടില്ല. എന്നാൽ മുടി കൊഴിഞ്ഞു പോവുകയോ കുളിക്കുമ്പോഴും മുടി ചീകുമ്പോഴുമൊക്കെ മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമുള്ള വിഷയങ്ങളല്ല. ബോധപൂർവം മുടി വെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ നഖം മുറിക്കാൻ പാടില്ല. പിന്നീടുള്ളത്, പുരുഷന്മാർ തല മറക്കാൻ പാടില്ല. അപ്പോൾ തല മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റായ ധാരണയുള്ള പലരും ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റൂഫ് ടോപ്പ് ഇല്ലാത്ത വാഹനം ലഭിക്കുമോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ അതല്ല അതിൻ്റെ വിഷയം. നമ്മൾ റൂഫുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് താമസിക്കുന്നതോ അതുപോലെ റൂഫുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ ഒന്നും തലമറക്കുക എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതല്ലാത്ത വസ്ത്രം കൊണ്ട് തലമറക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വിവക്ഷ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രങ്ങൾ, അപ്പോൾ സാധാരണ ഷർട്ട്, പാൻറ്റ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അടിവസ്ത്രങ്ങളടക്കം, ഷോക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ധരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്ന് കരുതി നമുക്ക് ഇപ്പോൾ ധരിക്കുന്ന ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് പിന്നെ ഉടുക്കാനൊരു തുണിയും പുതക്കാനൊരു തുണിയും, ഈ രണ്ട് തുണിയുടെയും വക്ക് തുന്നുന്നതോ, ഞാൻ തുണിയിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ അത് തുന്നുന്നതോ, നമ്മുടെ കയ്യിൽ ധരിക്കുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പിന് തുന്നുണ്ടാവുന്നതോ അതൊന്നും പ്രധാന വിഷയമുള്ള കാര്യങ്ങളല്ല. മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നതാണ് അതിൻ്റെ വിഷയം. അതുപോലെ തന്നെ ഇഹ്റാമിലായിരിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇഹ്റാമിൻ്റെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പായിട്ട് പുരുഷന്മാർക്ക് ശരീരത്തിൽ പിന്നെ സുഗന്ധം ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇഹ്റാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ശരീരത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സുഗന്ധത്തിൻ്റെ വാസനയോ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളോ ഇഹ്റാമിന് ശേഷവും ശരീരത്തിൽ കാണുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അതിലൊന്നും പ്രശ്നങ്ങളില്ല. നമ്മൾ നേർക്കുനേരെ ഇഹ്റാം പ്രവേശിച്ച ശേഷം, അഥവാ ലബൈക്ക് അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബൈക്ക് അല്ലാഹുമ്മ ഹജ്ജ് എന്ന് പറഞ്ഞ് ഹജ്ജിലേക്കോ ഉംറയിലേക്കോ പ്രവേശിച്ച ശേഷം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. മറ്റൊന്നുള്ളത് വേട്ടയാടലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ആ വിഷയം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വരുമ്പോൾ അവർ മദീനയിൽ നിന്നാണെങ്കിലും ആഴ്ചകളോളം നടന്നും ഒട്ടകപ്പുറത്തും മറ്റുമൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്തു വരുന്നത്. സ്വാഭാവികമായി കരുതിയിരിക്കുന്ന ഭക്ഷണം കഴിഞ്ഞു പോവുകയോ പോരായ്മ വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വഴിയിൽ നിന്ന് ഏതെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ മദീനയിലൊക്കെ വരുന്ന ആളുകൾ മദീനത്തെ മീക്കാത്തായിരിക്കുന്ന ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ ഇഹ്റാം ചെയ്ത് വരുന്ന വഴിക്ക് അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ വേട്ടയാടുക എന്നുള്ളത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിലുള്ള വിഷയമാണ്. എന്നാൽ നമ്മൾ ഹജ്ജ് ഉംറ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തഹല്ലുലായി കഴിഞ്ഞാൽ വേട്ടയാടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഹലൽത്തും ഫസ്താദു എന്ന് അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഭാഷ. പിന്നെ മറ്റൊന്നുള്ളത്, വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിവാഹ അന്വേഷണം, വിവാഹ തീരുമാനിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വിവാഹ ആലോചന ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകളെ വിവാഹാലോചനയ്ക്ക് വേണ്ടി വരുന്നതല്ല, വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്നതല്ല ഒക്കെ നമുക്കറിയാം. എങ്കിലും ഈ ഹജ്ജിനൊക്കെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിലൊക്കെ പരസ്പരം ഇങ്ങനെ നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ മക്കളുടെയോ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും അപ്പോൾ അതിലുള്ള ആലോചനകളൊക്കെ അങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിവാഹാലോചന വരെ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നത്. പിന്നെ വിവാഹാനന്തരമുള്ള കാര്യങ്ങളാണ് ശാരീരിക ബന്ധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് തീരെ പാടില്ല. ശാരീരിക ബന്ധം, ഭാര്യാഭർത്ത് ശാരീരിക ബന്ധം നടന്നാൽ തന്നെ അതോടുകൂടി ഹജ്ജ് തന്നെ ബാത്തിലാവും. പിന്നെ ആ വർഷം ആ ഹജ്ജ് പൂർണ്ണമാവില്ല എന്നർത്ഥം. ഹജ്ജ് പൂർത്തിയാക്കണം, എങ്കിലും ഹജ്ജ് പൂർണ്ണമാവില്ല. ആ ഹജ്ജ് രണ്ടാമത് നിർവഹിക്കേണ്ടി വരും. അപ്പോൾ ഹജ്ജ് തന്നെ ബാത്തിലാവുന്ന കാര്യമാണ് ഈ പറയപ്പെട്ട നിഷിദ്ധങ്ങളിൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം. അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇത്രയുമാണ് പിന്നെ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഉപചോദ്യം, അതായത് സോപ്പ് പോലെയുള്ള ഐറ്റംസ്. നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഉറങ്ങാൻ പാടുണ്ടോ ഇഹ്റാമിലായിരിക്കെ?
പിന്നെ അങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ തലയൊക്കെ മൂടിയിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ഉപചോദ്യം എന്ന് പറയാവുന്നത്. അത് നമ്മൾ പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അതതിൻ്റെ ശരി. സോപ്പിലൊക്കെ നമുക്ക് സുഗന്ധങ്ങളില്ലാത്ത പെർഫ്യൂംസ് ഇല്ലാത്ത സോപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സോപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനത്തെ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. അതേപോലെ ഉറങ്ങുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇരുന്നോ കിടന്നൊക്കെ ഉറങ്ങാം. ഇഹ്റാമിലാണ് എന്നുകൊണ്ട് ഉറക്കിന് യാതൊരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മം മുസ്ദലിഫയിൽ രാത്രി ഉറങ്ങലാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ള പറയാം. മുസ്ദലിഫയിൽ ഒരേ ഒരു കർമ്മമേ ഉള്ളൂ, അത് ഉറങ്ങലാണ്. അപ്പോൾ ഉറങ്ങാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അവിടെ പ്രസക്തമല്ല എന്നർത്ഥം. ഉറങ്ങുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഉറങ്ങുമ്പോൾ സാധാരണ നമ്മൾ മൂടി പൊതച്ചൊക്കെ കിടക്കുന്ന ആളുകളുണ്ടാവും. ഇഹ്റാമിൽ ആയിരിക്കുമ്പോൾ അങ്ങനെ മൂടി പൊതച്ച് ഉറങ്ങാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല മറക്കാൻ പാടില്ല. പുരുഷന്മാർ തല മറയാത്ത വിധത്തിൽ അവർക്ക് സാധാരണ രൂപത്തിൽ അവർക്ക് കിടന്നുറങ്ങാവുന്നതാണ്, യാതൊരു തകരാറില്ല. എന്നാൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ല. അവർ മുഖവും മുൻകൈയുമാണ് മറക്കാൻ പാടില്ലാത്ത. തല മറക്കണം, തല മറക്കാതിരിക്കരുത് എന്നതാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത്. ഇനി വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, ഈ ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്തിട്ട് ഉംറ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് അല്പം വിശദമായൊരു ചോദ്യമാണത്. കുറച്ച് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾക്ക് ഒട്ടേറെ തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയം കൂടിയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മീഖാത്ത് എന്നുള്ളത്. ഇപ്പോൾ ഹജ്ജിനോ ഉംറയ്ക്കോ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് ഒരുങ്ങുന്ന ആളുകൾ, അവർക്ക് ഹജ്ജിലേക്ക് അഥവാ ഉംറയിലേക്ക് പ്രവേശിക്കാൻ, അതായത് ഇഹ്റാം ചെയ്യാൻ വേണ്ടി, ഇഹ്റാം പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട പ്രത്യേക ഇടങ്ങളാണ് മീഖാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖത്ത് എന്ന പദമാണ് അത് വരുന്നത്. വഖത്ത് എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് സാധാരണ പറയാം. അപ്പം മിവ്ഖാത്ത് എന്നാണ് പദം. അത് നമ്മൾ പറഞ്ഞ് മീഖാത്ത് എന്ന് ഭാഷയിൽ അങ്ങനെ പറയുന്നു. അപ്പോൾ അത് ഒരു നിശ്ചയ സമയത്തിനും നിശ്ചയ സ്ഥലത്തിനുമൊക്കെ പറയാവുന്നൊരു പേരാണത്. ഇപ്പോൾ പുറമേ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഇടങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ മക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീഖാത്ത് എന്ന് പറയുന്നത് നമ്മൾ തായിഫ് വഴി വരുമ്പോൾ കിട്ടുന്ന കർണുൽ മനാസിൽ എന്ന മീഖാത്താണ്. അവിടെ നിന്ന് പിന്നെ മക്കയിലേക്ക് ഏകദേശം ഒരു 78 കിലോമീറ്ററാണ് വരിക. അത്രയാണ് ദൂരം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ആ മീഖാത്ത് നിന്ന് ലബൈക്ക് അല്ലാഹുമ്മ ഉംറ എന്ന് പറഞ്ഞ് ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറക്ക് വേണ്ടി വരാം. അതുപോലെ തന്നെ മക്കയോടെ ഏറ്റവും അകന്ന് നിൽക്കുന്ന മീഖാത്ത് അത് മദീനയിൽ നിന്ന് വരുന്ന മീഖാത്താണ്. മദീനയിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന മീഖാത്താണ് ദുൽ ഹുലൈഫ. അതിന് അബയാർ അലി എന്നും പേരുണ്ട്. അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് മക്കയിലെത്താൻ ഏകദേശം 430 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അത്രയും അകലത്താണ്. ഇതല്ലാതെ വേറെയും ഒരു 3-4 മീഖാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും മീഖാത്തിലൂടെയാണ് കടന്നു വരേണ്ടത്. ആ മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. എന്നാൽ മീഖാത്ത് കഴിഞ്ഞിട്ട് മക്കയിലെത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, അവിടുത്തെ നാട്ടുകാരോ ജോലിക്കാരോ ഒക്കെ ആയിട്ട് അവിടുത്തെ സ്ഥിര താമസക്കാരായ ആളുകൾ. ഇപ്പോൾ ഉദാഹരണം ജിദ്ദ എന്ന് പറഞ്ഞാൽ മീഖാത്തല്ല, എന്നാൽ മീഖാത്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്, എന്നാൽ മക്കയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒക്കെ താമസിക്കുന്ന സ്ഥിരതാമസക്കാരായിരിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ അവർ മീഖാത്തിലേക്ക് പ്രത്യേകം പോകേണ്ടതില്ല. അവർക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം. റൂമാണെങ്കിൽ, വീടാണെങ്കിൽ അവിടെ നിന്ന് ലബൈക്ക് അല്ലാഹുമ്മ ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. അതാണ് അതിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി. മൂന്നാമത്തത് മക്കയിലെ നാട്ടുകാരാണ്. മക്ക എന്ന് പറഞ്ഞാൽ ഹറം എന്ന് പറയുന്ന ആ ഒരു ബോർഡറിനകത്ത് താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ നാട്ടുകാർ ആയ അല്ലെങ്കിൽ ജോലിക്കാരായ സ്ഥിരവാസക്കാരായിരിക്കുന്ന ആളുകൾ. അവർക്ക് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യണമെങ്കിൽ മക്കയുടെ പുറത്തേക്ക് പോകണം. മക്കയിൽ വെച്ച് ഇഹ്റാം ചെയ്ത് പോകണം, പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യണം. അങ്ങനെ മക്കയുടെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യുമ്പോൾ എവിടെയും പോയി ചെയ്യാം. മക്കയുടെ ബോർഡറിൻ്റെ പുറത്ത് ഏത് ഭാഗത്ത് പോകാം, അങ്ങനെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യാവുന്നതാണ്. അതാണ് അവരുടെ സിസ്റ്റം. അവരും വേറൊരു മീഖാത്ത് തിരഞ്ഞുകൊണ്ടില്ല. അപ്പോൾ അതിൽ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്ത സ്ഥലം, ദൂരം കുറഞ്ഞ സ്ഥലമാണ് ഈ തൻഈം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഏറ്റവും അടുത്ത സ്ഥലമായതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടാണ് പോവുക, മക്കക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പള്ളിയും അതുപോലെ കുളിക്കാനും ഒതുവെടുക്കാനും വിശ്രമിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെയുള്ള ഒരു പള്ളി സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സർക്കാർ ചെയ്തതാണ്. ആ പള്ളി ആണ് ഈ ആയിഷ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മീഖാത്ത് എന്ന നിലക്ക് അല്ല, മറിച്ച് ഞാൻ പറഞ്ഞല്ലോ മക്കയുടെ പുറത്ത് എവിടെ പോയിട്ടും ഇഹ്റാമിൽ പ്രവേശിക്കാം. അതിൽ ഏറ്റവും അടുത്ത സ്ഥലം എന്ന നിലക്കാണ് തൻഈം കാണുന്നത്. അവിടെ ഇങ്ങനെ സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് ഈ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ അതും ഉപയോഗിക്കാൻ ആർക്കാണ് പറ്റിയ യഥാർത്ഥത്തിൽ? മക്ക നിവാസികളായിരിക്കുന്ന ആളുകൾക്കാണ് ഈ തൻഈം ആണെങ്കിലും അത് ആയിഷ പള്ളിയാണെങ്കിലും പിന്നെ അതിൻ്റെ മറ്റു ഏരിയകളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊക്കെ വരുന്ന ആളുകൾക്ക്, അവർ പുറമേ നിന്ന് വരുന്ന ആളുകളാണ് എന്ന നിലക്ക് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന മീഖാത്തുകൾ ഏതാണോ ആ മീഖാത്തിൽ ഏതെങ്കിലും മുന്നിലൂടെ കടന്നു വരുമ്പോഴാണ് അവർക്ക് ഇഹ്റാം ചെയ്യാൻ സാധിക്കുക. അതാണ് അതിൻ്റെ
ഏറ്റവും ശരിയായ സംഗതി. അതുകൊണ്ട് ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മക്ക നിവാസികളാണെങ്കിൽ, അവിടുത്തെ നാട്ടുകാരോ ജോലിക്കാരോ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്തു പോരാ. അതുപോലെ അതിൻ്റെ സമീപത്തുള്ള ആ ബോർഡറിൽ എവിടെയും പോയിട്ട് ഇഹ്റാം ചെയ്തു പോരാ. അതിന് യാതൊരു തകരാറില്ല. അങ്ങനെയാണ് അത് മനസ്സിലാക്കട്ടെ. പിന്നെ മറ്റൊരു അനുബന്ധ ചോദ്യം വന്നിട്ടുള്ളത് ഒരു യാത്രയിൽ എത്ര ഉംറ നിർവഹിക്കാമെന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകളിൽ പൊതുവേ ഒരു യാത്രയിൽ ഒരു ഉംറ മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 തവണയാണ് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 3 തവണയാണ് ഉംറ നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു തവണ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ്, അപ്പോൾ അവിടെ തടയപ്പെട്ടു. ബാക്കി 3 തവണയാണ് ഉംറ നിർവഹിക്കാൻ സാധിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് മദീനയിൽ നിന്ന് ആണല്ലോ. പലപ്പോഴും മദീനയിൽ നിന്ന് വരുമ്പോൾ ആഴ്ചകളോളം യാത്ര ചെയ്തിട്ട് വന്ന് അങ്ങനെ ആയിട്ട് പോലും ആ മക്കയിൽ വന്നാൽ ഒരു ഉംറ നിർവഹിച്ച് തിരിച്ചു പോകുന്നല്ലാതെ ഇനിയും വേറെ എവിടെയെങ്കിലും ഒരു മീക്കാത്ത് കിട്ടുമെങ്കിൽ ഒന്ന് പോയി നോക്കാം എന്ന നിലക്ക് റസൂലുള്ള പോവുകയോ അങ്ങനെ ഒരു രണ്ടാമത് വീണ്ടും ഒരു ഉംറ നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയോ ചെയ്തതായിട്ട് കാണുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു മീക്കാത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുന്നതിന് തകരാറുണ്ടെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു മാതൃക റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. അതാണ് വിഷയം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും മീക്കാത്ത് കടന്നു പോവുകയാണെങ്കിൽ, ഒരു യാത്രയുടെ ഭാഗമായിട്ട് മറ്റോ മീക്കാത്ത് കടന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തായിഫ് കാണാൻ പോയി, അപ്പോൾ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് മീക്കാത്ത് കടന്നാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. അതുപോലെ തന്നെ മദീന സന്ദർശിക്കാൻ, മക്കയിലുള്ള ആളാണ്, മദീന സന്ദർശിക്കാൻ പോയി. മദീന സന്ദർശിക്കാൻ, മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കാനൊക്കെ പോകുമല്ലോ. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മീക്കാത്തിലൂടെ കടന്നാൽ വരിക. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം എന്നല്ലാതെ പിന്നെ എത്ര ഉംറ എന്നത് ഒരു പ്രത്യേകമായി നിശ്ചയിച്ചതായിട്ട് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹിയുടെ ചര്യയിൽ ഒരു യാത്രയിൽ ഒരു ഉംറ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ വശം. പിന്നെ മറ്റൊരു ചോദ്യം വന്നത്, ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉംറ ശരിയാവുമോ എന്നുള്ളതാണ്. ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉംറ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ശരിയാവും. ഒന്നാമത്തെ കാര്യം, പിന്നെ ഉംറയിലും ഹജ്ജിലുമൊക്കെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ തവാഫ് തുടങ്ങാനുള്ള ഒരു പോയിൻ്റാണ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ശരിക്ക് ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അടുത്ത് എത്തുകയാണെങ്കിൽ ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ട് തുടങ്ങാം, ചുംബിച്ചുകൊണ്ട് തുടങ്ങാം. അതൊരു സുന്നത്തായ കാര്യമാണ്. അങ്ങനെ പറ്റിയ ചുംബിച്ചുകൊണ്ട് തുടങ്ങാം എന്നുള്ളത്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ, ചുംബിക്കാൻ മാത്രം അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കൈ എത്തുമെങ്കിൽ കൈ ഹജറുൽ അസ്വദ് തൊട്ടിട്ട് കൈ ചുംബിക്കാം. അതൊരു സുന്നത്തായ കാര്യമാണ്. ഇനി അത്രയും അടുത്തേക്ക് എത്തിയില്ല, കുറച്ച് അകലെയാണ്, അങ്ങനെയാണെങ്കിൽ കുറച്ച് അകലെ മാറി നിന്ന് ആ ഹജറുൽ അസ്വദിൻ്റെ ഡയറക്ഷനിൽ നിന്നിട്ട് വലത്തെ കൈ ഉയർത്തി ഇങ്ങനെ അഭിവാദ്യം ചെയ്താൽ മതി. ഇത് മൂന്നും ഇതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് തുടങ്ങാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ട് കൈ ചുംബിച്ച് തുടങ്ങാം, അതല്ലെങ്കിൽ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് തുടങ്ങാം. ഇത് 3 അവസ്ഥയിലാണെങ്കിലും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തവാഫ് ആരംഭിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ വശം. അപ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ ഹിജ്ർ ഇസ്മായിലിനകത്തല്ലേ തവാഫ് ചെയ്യേണ്ടത് എന്ന ഒരു സംശയം. ഈ പരിശുദ്ധ കഅബ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണുന്ന ആ ഒരു കെട്ടിടം മാത്രമല്ല, അതിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു വളയം പോലെ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഹിജ്ർ എന്ന് പറയുന്നത്. ആ ഹിജ്ർ കൂടി എന്താണ്, അതുകൂടി കഅബയിൽപ്പെട്ടതാണ്. ബിൽഡിങ്ങുള്ള ഭാഗം മാത്രമല്ല, ഈ കുറച്ച് ഭാഗം ഓപ്പൺ ആയിരിക്കുന്ന ഭാഗവും കൂടി കഅബക്കകത്ത് പെട്ടതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി പുറത്തു കൂടിയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്, അകത്ത് കൂടെ കയറി വരാൻ പാടില്ല. ഇപ്പോൾ ഈ കെട്ടിടം കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയൻ്റെ ഇടക്കരക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വഴിയുണ്ട്. ചിലപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തുകൂടെ കയറി നമ്മൾ ക്രോസ് ചെയ്ത് വന്നാൽ തവാഫിന് അത് ഭംഗം വരും. അപ്പോൾ അതുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ പൂർണ്ണമായും കഅബയെ വലയം വെക്കുന്ന വിധത്തിലായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. ഇതിനകത്തുകൂടെ പ്രവേശിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറഞ്ഞത് വത്തഖിദു മിൻ മക്കാം ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മക്കാം ഒരു മുസല്ലായി സ്വീകരിക്കുക എന്നുള്ള ആ ഒരു ഖുർആൻ്റെ നിർദ്ദേശത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കി കാണിച്ചത് മക്കാം ഇബ്രാഹിമിൻ്റെ പിൻഭാഗത്തേക്ക് മാറി നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ പിൻഭാഗത്തേക്ക് മാറി തൊട്ടു പിന്നിൽ തന്നെ നിൽക്കാൻ എത്ര പേർക്ക് സാധിക്കും, അത് നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ 10,000-കണക്കിന് ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നിലേക്ക് മാറി നിൽക്കുമ്പോൾ ആ വിശാലതക്കനുസരിച്ച് അങ്ങനെ വൈഡായിട്ട് നിൽക്കേണ്ടി വരും. അഥവാ നേരെ പിന്നിൽ നിൽക്കാൻ പറ്റുമെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ എവിടെ വെച്ച് നമസ്കരിക്കാമെന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. മറിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ ഹറമിൻ്റെ ഏത് ഭാഗത്ത് വെച്ചും ആ 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ചോദ്യം കുറച്ച് യുക്തിപൂർവ്വമായിരിക്കുന്നൊരു വിഷയമാണ്. സഈൽ എന്തുകൊണ്ടാണ് പുരുഷന്മാർ മാത്രം ഓടുന്നത് എന്നതാണ്. സഈൽ മാത്രമല്ല പുരുഷന്മാരുടെ ഓട്ടം,
തവാഫിലും റമലി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 3 റൗണ്ടിൽ നിന്ന് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓട്ടം എന്ന് പറഞ്ഞുകൂടാ, നടത്തത്തിൻ്റെയും ഓട്ടത്തിൻ്റെയും ഇടയിലുള്ള ഒരു സംഗതിയായിട്ടാണ് പറയാൻ പറ്റുക, റമൽ എന്നാണ് പറയുക. ഇത് ഈ ഓട്ടം അല്ലെങ്കിൽ ഈ സ്പീഡിലുള്ള നടത്തം അത് പുരുഷന്മാർ മാത്രമായത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെയുള്ള ഒരു സംശയം. അത് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ ഈ സഫാ മർവക്കിടയിൽ ഓടിയത് ഹാജറാബിയാണല്ലോ, ഇബ്രാഹിം നബി അല്ലല്ലോ. അപ്പോൾ ഹാജറാബിയാണ് ഓടിയത് എന്നൊക്കെ അതിനനുസ്മരിച്ചുകൊണ്ടാണ് സഈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ഓടേണ്ടത് സ്ത്രീകളല്ലേ പുരുഷന്മാരാണോ, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമാണോ, സ്ത്രീകളും കൂടി ഓടേണ്ടതല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഈ തവാഫിൻ്റെ സമയത്തും സഈൻ്റെ സമയത്തുമൊക്കെയുള്ള ഈ സ്പീഡിലുള്ള നടത്തത്തിന് മറ്റൊരു പശ്ചാത്തലമുണ്ടെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഉംറയ്ക്ക് വന്ന സമയത്തോ അല്ലെങ്കിൽ ഹജ്ജിന് വന്ന സമയത്തോ ആണ്, അടുത്ത വർഷം ഉംറയ്ക്ക് വന്ന സമയത്ത് തന്നെയാണെന്നാണ് ഏതാണ്ട് ധാരണ. ആ സമയത്ത് അവർ തവാഫ് ചെയ്യുമ്പോൾ ഈ ഖുറൈശികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, മക്കയിലെ മുശ്രിക്കുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പരിഹസിക്കുന്നതിന് ആക്ഷേപിക്കുന്നുണ്ട്. മുഹമ്മദും കൂട്ടരും മക്ക വിട്ട് മദീനയിൽ പോയതോടുകൂടി പട്ടിണി കിടന്ന് ആകെ മെലിഞ്ഞൊട്ടി വല്ലാതെ ക്ഷീണിച്ച് അവശരായിട്ടുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് പിന്നെ ഈ ചുമലൊന്ന് ഇളക്കിയിട്ട് നടന്നോളി. ആ ഇളക്കി നടക്കുന്നതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ 2 സ്ഥലത്തുള്ള റമൽ എന്ന് പറയുന്നത്, അതായത് സ്പീഡിൽ നടക്കുക എന്ന് പറയുന്ന സംഗതി അതാണ് ഒന്ന്. മാത്രമല്ല നമ്മൾ ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനൊക്കെ പോയാൽ ആദ്യമായി നിർവഹിക്കുന്ന തവാഫിൽ എന്ത് വേണം, ഈ ഇൽത്തിബാ വേണം എന്ന് പറഞ്ഞാൽ വലത്തെ ചുമൽ തുറന്നിടുക, ഇടത്തെ ചുമൽ മറക്കുക നമ്മുടെ തുണി കൊണ്ട്. ആ ഒരു സിസ്റ്റം വേണം. അതും മറ്റുള്ള എല്ലാ പിന്നെ തവാഫിലും അതിൻ്റെ ആവശ്യമില്ല. ആദ്യം നിർവഹിക്കുന്ന തവാഫുണ്ടല്ലോ, ആദ്യ ഉംറയിലാണെങ്കിലും മറ്റൊക്കെ, ആ തവാഫിൽ ഇൽത്തിബാ വേണം. ആ ഇൽത്തിബായിൻ്റെയും ഒരു ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ വലത്തെ ഈ ചുമലൊക്കെ ഇങ്ങനെ പ്രകടമാകുന്ന വിധത്തിൽ ശരിക്കും ഇങ്ങനെ കുലുക്കി നടന്നോളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നൊരു വിഷയമാണത്. അപ്പോൾ അതാണ് സഈനാണെങ്കിലും തവാഫിലാണെങ്കിലും ഒക്കെ പുരുഷന്മാർ മാത്രം അങ്ങനെ നടക്കുന്നൊരു സിസ്റ്റമുണ്ട്. സ്ത്രീകളങ്ങനെ ഒരു പിന്നെ ഇളകി കുലുങ്ങി നടക്കുക എന്നുള്ളത് ഒരു അച്ചടക്കത്തിൻ്റെ കൂടി അച്ചടക്കത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവരെ അതിന് പ്രേരിപ്പിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അത് പുരുഷന്മാർ പരിമിതപ്പെടുത്തിയതും ആ കാരണം കൊണ്ടായിട്ടാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പിന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മിനയിൽ താമസിക്കൽ നിർബന്ധമാണെന്നാണ്. ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മിനയിൽ താമസിക്കൽ നിർബന്ധമായ 2 ദിവസം, ഒന്ന് ദുൽഹജ്ജ് 10-നും അതുപോലെ ദുൽഹജ്ജ് 11-നും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹജ്ജിന് വേണ്ടി നമ്മൾ ദുൽഹജ്ജ് 8-നാണല്ലോ മിനായിലേക്ക് പോകുന്നത്. അന്ന് രാത്രി നമ്മൾ മിനായിൽ താമസിക്കും, പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ പിന്നെ ദുൽഹജ്ജ് 9 നമ്മൾ അറഫയിൽ പോകുന്നു, അന്ന് രാത്രി നമ്മൾ നേരെ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. ആ രാത്രിയിലെ താമസം മുസ്ദലിഫയിലാണ്. പിന്നീട് വരുന്നത് ദുൽഹജ്ജ് 10-നും 11-നുമാണ്. ഈ ദുൽഹജ്ജ് 10, 11 രാത്രികളിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനായിൽ തന്നെ വരണം, അവിടെ താമസിക്കണം. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 10-ന് തവാഫ്, സഈ, അതുപോലെ നേരത്തെ ജംറയിൽ എറിയൽ, മുടിയെടുക്കൽ, ബലിയിറക്കൽ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പ്രത്യേകിച്ച് തവാഫ് സഈ ഒക്കെ ചെയ്യാൻ വേണ്ടി മക്കയിൽ പോയാൽ നല്ല ക്ഷീണം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അവിടെ നിന്ന് വിശ്രമിച്ചാലോ അവിടെ തന്നെ കിടന്നാലോ എന്നൊക്കെ തോന്നും. അതുണ്ടാകാൻ പാടില്ല. എങ്ങനെ പിന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ തവാഫിനും സൈനൊക്കെ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നിർവഹിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ രാത്രി തിരിച്ച് മിനായിൽ വരണം. അതിന് മിനായിൽ രാത്രി ഈ 2 ദിവസങ്ങളിൽ രാത്രി മിനായിൽ കിടന്നുറങ്ങണം. അത് അതിൻ്റെ വാജിബാത്തുകൾ പെട്ടിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഹജ്ജിൻ്റെ സുന്നത്തും റുക്കിനുകളും വാജിബുകളും എന്തെല്ലാമെന്നാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാനില്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾക്കാണ് റുക്കിന്, ഫർള് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ഇഹ്റാം ചെയ്യലാണ്. ഇഹ്റാം ചെയ്യൽ നിർബന്ധമായിട്ടും എന്താണ് പിന്നെ അത് ചെയ്തിരിക്കണം. ഇഹ്റാം ചെയ്യാതെ ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റില്ല. അതായത് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാത്രമല്ല, ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതടക്കം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് അത് അത് റുക്കനുകളിൽപ്പെട്ടതാണ്. അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാതെ അതിന് പ്രായശ്ചിത്തമില്ല. അതുപോലെ തന്നെ ഹജ്ജിൽ അറഫയിൽ കുറച്ച് സമയമെങ്കിലും നിൽക്കുക തന്നെ അറഫയിൽ ഉണ്ടാവുക, അറഫയിൽ കഴിച്ചു കൂട്ടുക. ദുൽഹജ്ജ് 9-ന് അറഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റുക്കിന്. മാത്രമല്ല അൽ ഹജ്ജു അറഫ എന്ന റസൂൽ പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അപ്പോൾ അറഫ ഇല്ലാതെ ഹജ്ജ് എന്താവില്ല, ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അതിന് പകരം വേറൊന്നും നിർവഹിക്കാനില്ല. അറഫയിൽ നിൽക്കാൻ തന്നെയാണ്. അത് മറ്റൊരു റുക്കിനാണ്. പിന്നെ മറ്റൊരു റുക്കിന് ഉംറക്ക് കൂടി ഉള്ളതാണ്, അത് തവാഫ് ചെയ്യലാണ്. അതുപോലെ തന്നെ 4-മത്തെ റുക്കിന് സഈ ചെയ്യൽ. ഇത് രണ്ടും ഉംറയുടെയും കൂടി 2 3 എന്നാൽ ഇഹ്റാം ചെയ്യലും തവാഫ് ചെയ്യലും സഈ ചെയ്യലും ഉംറയുടെ കൂടി റുക്കിനുകളാണ്. പിന്നെ ഇതിൽ അറഫയാണ് ഹജ്ജിൽ പ്രത്യേകമായിട്ട് വരുന്നത്. അപ്പോൾ 4 റുക്കിനുകളാണ് ഹജ്ജിനുള്ളത്. പ്രധാനമായിട്ടും ഇഹ്റാം, അറഫ,
തവാഫ്, സഅയ്. പിന്നെ അതിൽ വാജിബുകൾ എന്ന് പറയുന്നത് ഇഹ്റാം ചെയ്യുന്നത് മീക്കാത്തിൽ വെച്ചാവുക ഒന്ന്. അത് ഉംറയുടെ കാര്യത്തിൽ മീക്കാത്തിൽ വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ ഹജ്ജിൻ്റെ വിഷയത്തിൽ അതിലൊരു ഇളവുള്ളത്, നമ്മൾ ഹജ്ജ് മാസങ്ങളിൽ മക്കയിൽ വന്ന് ഇഹ്റാമിൽ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം പ്രവേശിച്ച് എന്നിട്ട് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഹജ്ജ് സ്വാഭാവികമായിട്ടും തമത്വ ഹജ്ജായിരിക്കും. ആ ഹജ്ജിന് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മീക്കാത്തിലേക്ക് പ്രത്യേകം പോകേണ്ടതില്ല. പകരം നമ്മൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. അപ്പോൾ അവിടെ അങ്ങനെ ഇളവുണ്ട്. സാധാരണഗതിയിൽ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം പ്രവേശിക്കുക എന്നുള്ളത് വാജിബാത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ അറഫയിൽ നിൽക്കൽ റുക്കനാണെന്ന് പറഞ്ഞല്ലോ, അത് സൂര്യാസ്തമയം വരെ അറഫയിൽ കഴിഞ്ഞുകൂടാ എന്നുള്ളത് വാജിബാണ്. ഈ വാജിബാത്തുകളുടെ ഒരു കാര്യം കൂടി പറയാം. വാജിബാത്തുകളുടെ പ്രത്യേകത, അത് ചെയ്യൽ നിർബന്ധം തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പകരം പ്രായശ്ചിത്തം കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ വാജിബ് മുസ്ദലിഫയിൽ സുബഹ് വരെ, മുസ്ദലിഫയിൽ റാപ്പാർക്കുക എന്നുള്ളത് പിന്നെ വാജിബാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 ജംറത്തുൽ അഖബയിൽ എറിയൽ, നമ്മൾ ആദ്യമായി ജംറയിലിരുന്ന് ദുൽഹജ്ജ് 10 ആ ഏറ് വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നെ ഹജ്ജിൻ്റെ മുടിയെടുക്കൽ, തല പിന്നെ വടിക്കുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ചെയ്യാന്നുള്ള അത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ദുൽഹജ്ജ് 10, 11 രാത്രി മിനായിൽ താമസിക്കുക. അതുപോലെ തന്നെ ദുൽഹജ്ജ് 11, 12 തീയതികളിൽ 3 ജംറകളും എറിയാം. ഇതൊക്കെ വാജിബുകളാണ്. ദുൽഹജ്ജ് 11, 12 തീയതികളിൽ 3 ജംറകളും എറിയാം. പിന്നെ വിടവാങ്ങൽ തവാഫും അതുപോലെ തന്നെ അതും ഹജ്ജിൻ്റെ വാജിബാത്തുകൾപ്പെട്ടതാണ്, വിടവാങ്ങൽ തവാഫ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് എന്ത്, ബലിയറക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വാജിബാത്തുകൾ മനസ്സിലാക്കേണ്ടത്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിൽ ഹജ്ജിൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം സുന്നത്തുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ് 8 മിനായിൽ താമസിക്കൽ, അതുപോലെ തന്നെ ദുൽഹജ്ജ് 13 കൂടി കല്ലെറിയൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സുന്നത്തുകളായിട്ട് വരും. അതാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ മീക്കാത്തിലെത്തിയത് അറിയാതെ ഒരാൾ ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. മീക്കാത്തിൽ നിന്ന് പിന്നെ ഇഹ്റാം ചെയ്യാൻ നല്ല വാജിബായ കാര്യമാണല്ലോ. അപ്പോൾ ഉറങ്ങിപ്പോയാൽ ഒന്നുകിൽ തിരിച്ച് മീക്കാത്തിലേക്ക് തന്നെ പോകാൻ പറ്റുമോ നോക്കുക, അതാണ് ചെയ്യാനുള്ളത്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കുക. മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബലിയർത്തുകൊണ്ടാണ് പ്രായശ്ചിത്തം കൊടുക്കേണ്ടത്. ഈ 2 രൂപത്തിൽ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഹജ്ജിലും ഉംറയിലും ഈ ബലിയറക്കുന്ന ഉരുക്കളുടെ മാംസം എവിടെയാണ് വിതരണം ചെയ്യുന്നതെന്നാണ്. അത് നമ്മൾ പിന്നെ ഹാജിമാരെ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അത് അതിൻ്റെ അതോറിറ്റി ഏറ്റവും അർഹമായിരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിക്കും. അതാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അറക്കുന്ന മിനായിലാണ്. അവിടെ നിന്ന് അത് പിന്നെ വൃത്തിയാക്കി അത് പാക്ക് ചെയ്ത് അത് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പട്ടിണിപ്പാവങ്ങളുള്ള നാടുകളിലേക്ക് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന സിസ്റ്റമാണ് സൗദി സർക്കാർ ആവശ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൈവറ്റായിട്ടും അതുപോലെ ബലിയറക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പൊതുവിൽ മക്കയിലൊക്കെ തന്നെയുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും മറ്റും അത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ നമ്മൾ ബലിക്ക് വേണ്ടി ചിലവഴിക്കുന്ന കാശ് നമുക്ക് നഷ്ടമാവില്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം എന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞത് ആരാണോ ബലി ഇറക്കുന്നത് അവരും അതിന് കഴിക്കുക എന്നുള്ളതാണ്. കുറച്ച് കഴിക്കുക, പിന്നെ ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള അതിൻ്റെ നിർദ്ദേശം പാലിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ മൊത്തത്തിൽ വിതരണം ചെയ്യുന്ന രൂപത്തിലേക്ക് പോകും. അത്രേ ഉണ്ടാവുള്ളൂ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ ബലിയർത്തിട്ട് അതിൻ്റെ മാംസം പ്രത്യേകമായി കറി വെച്ച് കഴിച്ചതും ആ കറി കുടിച്ചതും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ആർത്തവകാരിയായിരിക്കും ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും. കാരണം ആർത്തവകാരികൾക്ക് ഹജ്ജിലും ഉംറയിലും മാത്രമല്ല പൊതുവിൽ നിഷിദ്ധമായ കാര്യങ്ങൾ തന്നെ ഒന്നും നമസ്കരിക്കാൻ പാടില്ല, അതുപോലെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ പാടില്ല, പിന്നെ നോമ്പ് നിൽക്കാൻ പാടില്ല. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം ഹജ്ജിലും ഉംറയിലുമുള്ള തവാഫാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർത്തവകാരികൾക്ക് നിഷിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ആ നിഷിദ്ധമായ കാര്യങ്ങളല്ലാത്തതൊക്കെ അവർക്ക് ചെയ്യാം. അതിൽ പ്രത്യേകം പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും മീക്കാത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ആ സമയത്ത് അവർ അശുദ്ധിയിലാണെങ്കിലും ശുദ്ധിയിലാണെങ്കിലും എന്ത് ചെയ്യണം, അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് പ്രവേശിക്കാമോ എന്നല്ല, പ്രവേശിക്കണം എന്നാണ് പറയേണ്ടത്. മനസ്സിലല്ലോ? എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണും പെണ്ണും ആരൊക്കെയുണ്ടോ അവരൊക്കെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. അവർ ശുദ്ധിയുള്ള അവസ്ഥയിലാണെങ്കിലും ശുദ്ധിയില്ലാത്ത അവസ്ഥയിലാണെങ്കിലും. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉംറക്കാവുമ്പോൾ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് വരുന്നു. ഹജ്ജിനാകുമ്പോൾ നമ്മൾ തമത്വ ചെയ്യും. അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കണം. എന്നിട്ട് ഉംറയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മക്കയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ ശുദ്ധിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വൃത്തിയായ ശേഷം നമ്മൾ കുളിച്ച് റെഡിയായിട്ട് തവാഫ്, സായി, മുടിയെടുക്കൽ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഉംറ പൂർത്തിയാക്കുക. ഇനി ഹജ്ജാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുൽഹജ്ജ് 8 എല്ലാവരും ഇഹ്റാം ചെയ്യുന്ന പോലെ ഇഹ്റാം ചെയ്യുക. എന്തിനും മിനായിലേക്ക് പുറപ്പെടുക, മിനായിൽ അന്ന് താമസിക്കുക. അതുപോലെ അടുത്ത ദിവസം അറഫയിൽ പോവുക, പിന്നെ മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക,
പിന്നെ അടുത്ത ദിവസം വീണ്ടും മിനയിൽ വരിക, ജംറയിൽ എറിയുക, മുടിയെടുക്കുക, ബലിയിറക്കുക, തവാഫ് സഅയ് ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അടുത്ത ദിവസങ്ങളിൽ പിന്നെ കല്ലെറിയൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ, അത് തവാഫാണ്. അപ്പോൾ അതല്ലാത്ത മുഴുവൻ കാര്യങ്ങൾക്കും അവർക്ക് നിർവഹിക്കുക. ആ നിലക്ക് ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും. പിന്നെ ഹജ്ജിനിടയിൽ പിന്നെ അർത്ഥം ഉണ്ടായാലോ എന്നാണ് അടുത്ത വിഷയം. ഞാൻ ഈ പറഞ്ഞതിനാണ് കാര്യം. ഹജ്ജിനിടയിൽ ഉണ്ടായാലും തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തവാഫ് മാത്രം നീട്ടിവെക്കാന്നല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കാനൊന്നും പ്രശ്നമില്ല. തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതും വിഷയമല്ല. അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ആർത്തവകാരിയായിരിക്കെ അത് നിർവഹിക്കരുത്. അപ്പോൾ അത് മാത്രം ഒന്ന് നീട്ടിവെക്കുക. അതിൽ ഒരു പ്രത്യേകിച്ചൊരു ഇളവുള്ളൊരു കാര്യം, ഒരു സ്ത്രീ ആർത്തവകാരിയായിരിക്കെ അവർക്ക് പിന്നെ ഹജ്ജിൽ പ്രവേശിക്കേണ്ടി വന്നാൽ, ഹജ്ജിലായിരിക്കെ ആർത്തവകാരിയായാൽ തവാഫ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ശുദ്ധിയാകുന്നവരെ കാത്തിരിക്കണമല്ലോ. അപ്പോൾ തവാഫുൽ ഇഫാദ, അതായത് ഹജ്ജിൻ്റെ തവാഫ് അവർ ശുദ്ധിയാകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നിർവഹിക്കാം. എന്നാൽ തവാഫുൽ വിദാ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ റുക്കനല്ല, വാജിബാത്തിൽപ്പെട്ടിരിക്കുന്ന തവാഫുൽ വിദാ ആ സമയത്ത് അവർ അശുദ്ധിയിലാണെങ്കിൽ, അവർക്ക് പോകേണ്ട സമയമായിട്ടുമുണ്ട് എങ്കിൽ അതവർക്ക് ഒഴിവാക്കാമെന്നുള്ളതാണ്. അതിനവർക്ക് ഇളവുണ്ട്. തവാഫുൽ ഇഫാദ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇത് ഈ പിന്നെ ആർത്തവകാരിയായിരിക്കെ തവാഫുൽ വിദാ പിന്നെ ചെയ്യേണ്ടതില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുത്തുണ്ട്. സ്വഹാബി ബന്ധുക്കൾ വന്ന വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പിന്നെ ആർത്തവത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ തവാഫുൽ വിദാ എന്ത് ചെയ്യണം? അപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, പിന്നെ തവാഫുൽ ഇഫാദ ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ പോയി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇളവ് അവിടെ ഉണ്ട്. അത്രയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി മിന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ യാത്രക്കാർക്ക് തന്നെ ഈ റവാത്തിബ് സുന്നത്തുകളിൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരവും പിന്നെ തഹജ്ജുദുമാണ് യാത്രക്കാർക്ക് തന്നെ ഉള്ളത്. ബാക്കിയുള്ള റവാത്തിബ് സുന്നത്തുകളും ഒന്നും നമസ്കരിക്കേണ്ടതില്ല. സാധാരണ നമസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും, അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മിനായിലൊക്കെ നമ്മുടെ നമസ്കാരം തന്നെ, ഫർദ് നമസ്കാരം തന്നെ ചുരുക്കിയാണ് നമസ്കരിക്കുന്നത്. ഓരോ വക്ത് നമസ്കാരവും അതതിൻ്റെ സമയത്തിന് നിർവഹിക്കണം. പക്ഷേ അത് 4 റക്അത്തിലെ നമസ്കാരങ്ങൾ 2 റക്അത്തെ നമസ്കരിക്കേണ്ടതുള്ളൂ, ചുരുക്കിയാണ് നമസ്കരിക്കേണ്ടത്. അതാണ് അതിൻ്റെ നിയമം. അത് അനുബന്ധമായിട്ടുള്ള സുന്നത്തുകളൊന്നും അതിൻ്റെ കൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മിനായിലെ പള്ളികൾ, മസ്ജിദുൽ ഹൈഫ അടക്കമുള്ള പള്ളികളുണ്ടല്ലോ, ഈ പള്ളികളിലൊക്കെ നമസ്കാരം ജമാഅത്ത് എല്ലാ ഭക്തരും നമസ്കാരം ഉണ്ടാവും. പക്ഷേ 4 റക്അത്തിലെ നമസ്കാരം അവിടെയും 2 റക്അത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അവിടെ പ്രസക്തി കാണുന്നില്ല. അതിൻ്റെ പിന്നെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ കാണുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സാധാരണ യാത്രക്കാർക്ക് സുബയുടെ മുമ്പുള്ള സുന്നത്തും അതുപോലെ തഹജ്ജുദും പിന്നെ അനുവദിക്കപ്പെട്ടത് കൊണ്ട് അതിവിടെയും ആവാമെന്നാണ് മനസ്സിലാവുന്നത്. അതാണ് അതിൻ്റെ ഒരു വശം. പിന്നെ ഈ അറഫ നോമ്പ്, പെരുന്നാളാഘോഷം എന്നിവ ഹാജിമാർക്കുണ്ടോ എന്നുള്ളതാണ്. രണ്ടുമില്ല. അറഫ ദിവസം ഹാജിമാർ അറഫയെ സമ്മേളിക്കേണ്ട ദിവസമാണ്. അന്ന് അവർക്ക് നോമ്പില്ല. അറഫ നോമ്പ് നോൽക്കേണ്ടത് ഹാജിമാരല്ലാത്തവരാണ്. അഥവാ മക്കയിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ താമസിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത്. അതേസമയത്ത് അറഫ ദിവസം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ദിവസം പെരുന്നാൾ. ആ പെരുന്നാൾ ദിവസം ഹാജിമാരല്ലാത്തവർക്കാണ് പെരുന്നാളുള്ളത്. മറ്റ് ഹാജിമാർക്ക് പെരുന്നാളില്ല. അവർ പിന്നെ പെരുന്നാൾ നമസ്കാരമോ അതിൻ്റെ അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും നിർവഹിക്കുന്ന അവസ്ഥയിലല്ല. കാരണം ദുൽഹജ്ജ് 10-ന് അവർക്ക് സുബഹി കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ട് നേരെ ജംറയിൽ പോയി കല്ലെറിഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് ബലിയിറക്കൽ, മുടിയെടുക്കൽ, തവാഫ് ചെയ്യൽ, സഅയ് ചെയ്യൽ ഇങ്ങനെയുള്ള ഒരുപാട് ആരാധനാക്രമങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ദിവസം കൂടിയാണത്. എന്നാൽ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തുടങ്ങുന്നതാണ് തെൽബിയത്ത് ഇല്ല എന്നുള്ളത്. ആ തെൽബിയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത് ജംറയിൽ കല്ലെറിയുന്നതോടു കൂടിയാണ്. ആദ്യമായിട്ട് ദുൽഹജ്ജ് 10-ന് ജംറയിൽ കല്ലെറിയുന്നതോടു കൂടിയാണ് ആ പിന്നെ തെൽബിയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? തക്ബീർ ആരംഭിക്കാൻ പറ്റും. പെരുന്നാളിൻ്റെ തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീർ ദുൽഹജ്ജ് 10-ന് ജംറയിൽ എറിയുന്നതോടുകൂടി നമുക്ക് അത് ആരംഭിക്കാൻ പറ്റും. അതല്ലാത്ത മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതിന് മാതൃകയില്ല. ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ളത്. ഹജ്ജിൽ ബലികർമ്മം നിർബന്ധമാണോ എന്നുള്ളതാണ്. ഹജ്ജിൽ ബലികർമ്മം നിർബന്ധമാണോ? ഇത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ ഹജ്ജിന് വരുന്ന ധാരാളം ആളുകൾ ഹജ്ജിൻ്റെ ബലി അറക്കാതെ ഹജ്ജ് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അത് അവർക്ക് ലഭിക്കുന്നൊരു ഫത്വ എന്ന് പറയുന്നത്, ഹജ്ജിൻ്റെ ബലി എന്നത് മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഫിദിയയാണ്, പ്രായശ്ചിത്തമാണ് എന്നാണ്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ മദീനയിൽ നിന്ന് വൈകി വരിക എന്ന് പറഞ്ഞാൽ ഒരു ദുൽഹജ്ജ് 6-നോ 7-നൊക്കെ മദീനയിൽ നിന്ന് വരിക, എന്നിട്ട് മദീനത്തെ മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, നേരെ വന്ന് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുക. അപ്പോൾ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തതുകൊണ്ട് പിന്നെ ബലി ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് അവർ. യഥാർത്ഥത്തിൽ പ്രവാചക തിരുമേനിയും സ്വഹാബികളും ഇതേ മീക്കാത്തിൽ വെച്ചാണ് ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്തത്. ഖിറാനായ ഹജ്ജാണ് അവർ നിർവഹിച്ചത്.
ആ ഇഹ്റാം ചെയ്തിട്ട് പോരുമ്പോൾ തന്നെ റസൂലുള്ളാഹിയും സ്വഹാബികളും ഹജ്ജിൽ ഇറക്കാനുള്ള ബലിമൃഗങ്ങളുമായിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്താൽ ബലി കൊടുക്കേണ്ടതില്ല എങ്കിൽ പിന്നെ പ്രവാചകർ ഇത്രയും കഷ്ടപ്പെട്ട് ആഴ്ചകളോളം ഇതേപോലെ ഈ മൃഗങ്ങളൊക്കെ തെളിച്ച് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല റസൂലുള്ള റസൂലും സഹാബികളും ആ ഹജ്ജിൽ കൃത്യമായി ബലി അറുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബലി അറക്കണമെന്നല്ല, അറക്കൽ നിർബന്ധമാണ്, അത് ഒഴിവായിക്കൊണ്ടുള്ള ഒരു സംഗതിയില്ല. ആകെ ബലി ആവശ്യമില്ലാത്ത ഒരു സംഗതി ഉള്ളത് 3 തരം ഹജ്ജിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഒന്ന്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ നിർവഹിക്കുന്ന ഹജ്ജ് തമത്തുവായ ഹജ്ജ്. അതായത് ഹജ്ജ് കാലങ്ങളിൽ, ഹജ്ജ് മാസങ്ങളിൽ മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ച് കുറച്ച് ദിവസങ്ങളെങ്കിലും അവിടെ വിശ്രമിച്ച് എന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്നതാണ് തമത്തുവായ ഹജ്ജ് എന്ന് പറയുന്നത്. ആ തമത്തുവായ ഹജ്ജിന് ബലി നൽകണം എന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തത് പ്രവാചക തിരുമേനിയും സ്വഹാബികൾ നിർവഹിച്ചിരിക്കുന്ന ഹജ്ജ്, ഖിറാനായ ഹജ്ജ്. എന്നാൽ ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് വന്നിട്ട് ആദ്യം ഉംറയുടെ തവാഫും സയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് തഹല്ലുലാവാതെ കാത്തിരിക്കുക, എന്നിട്ട് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജ് കൂടി പൂർത്തീകരിച്ച് എന്നിട്ട് ആ ഒരു ഹജ്ജ്, ആ ഹജ്ജിലും എന്ത് വേണം, ബലി ഇറക്കണം. എന്നാൽ ഒരാൾ അയാളുടെ ഉംറയൊക്കെ നേരത്തെ നിർവഹിച്ച് അങ്ങനെ പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു യാത്രക്ക് അദ്ദേഹം വന്നുള്ളത് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. പ്രത്യേകിച്ച് മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ജിദ്ദയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് ഉംറയൊക്കെ നേരത്തെ നിർവഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിന് മാത്രം ഉദ്ദേശിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ തന്നെ ഇഹ്റാം ചെയ്തു വരാം. അങ്ങനെ ചെയ്യുന്ന ഹജ്ജിൻ്റെ പേരാണ് ഇഫ്രാദായ ഹജ്ജ്. അത് ചെയ്യുന്ന ആൾ മുഫ്രീദാണ്. അയാൾക്ക് എന്ത് വേണ്ടതില്ല, ഇഹ്റാം ഹജ്ജിൻ്റെ ബലി ആവശ്യമില്ല. ബാക്കിയുള്ള 2 കേസിലും ബലി നിർബന്ധമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ബലിയിൽ നിന്ന് ഒഴിവാകാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. പക്ഷേ അവർ മനസ്സിലാക്കുന്ന തെറ്റായ ധാരണ മൂലം ധാരാളം ആളുകൾ ബലി ഇറക്കാതെയാണ് ഹജ്ജ് നിർവഹിക്കാറുള്ളത് എന്നുള്ളത് ഒരു സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. അത് ശ്രദ്ധപ്പെടുത്താം. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി വന്നുള്ളത്, ഇനി ബലികർമ്മം നിർവഹിക്കുകയാണെങ്കിൽ തന്നെ അത് ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ ചോദ്യവും പ്രസക്തമായ ചോദ്യമാണ്. കാരണം ധാരാളം ആളുകൾ ഹജ്ജിൻ്റെ മുമ്പേ ബലി ഇറക്കാറുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ധാരണ പ്രകാരം ഇതേപോലെ ഹജ്ജ് മാസങ്ങളിൽ വന്ന് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ അവർക്ക് എന്ത് ചെയ്യാം, ബലി അറുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിന് യാതൊരു പ്രാമാണികതയില്ല. വിശുദ്ധ ഖുർആൻ്റെയോ പ്രവാചക ചര്യയുടെ ഒരു പിൻബലവുമില്ല ഹജ്ജിന് മുമ്പ് തന്നെ ബലി ഇറക്കുക എന്നുള്ളത്. ചില പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൊക്കെ നമുക്കത് കാണാനും പറ്റും. ഒരു 50 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു 2 ആളുടെ ബലി ഒരു ദിവസം ഇറക്കുക, അടുത്ത 2 ആളുടെ അടുത്ത ദിവസം ഇറക്കുക, അങ്ങനെ ഒരു 25 ദിവസം കൊണ്ട് 50 ആളുകളുടെയും ബലി അറുത്ത് ആ ഗ്രൂപ്പിൽ തന്നെ ബിരിയാണി വെച്ച് കഴിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ചിലയിടത്തൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജ് തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മുടെ ഹജ്ജിൻ്റെ ദിവസങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ദിവസം യൗമു തർവിയ എന്നാണ് പറയുക. എന്നാൽ അടുത്ത ദിവസത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ, വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ളൊരു സൗകര്യമാണ്, ഒരു സമയമാണത്. ആ പേരെന്ന യൗമു തർവിയ എന്നാണ്. രണ്ടാമത്തെ ദിവസം ദുൽഹജ്ജ് 9 യൗമു അറഫ എന്നാണ് പേര്. ആളുകൾ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ്. മൂന്നാമത്തെ ദിവസം ദുൽഹജ്ജ് 10 ആ ദിവസത്തിലാണ് നേരത്തെ പറഞ്ഞ ജംറയിൽ എറിയലും അതുപോലെ മുടിയെടുക്കലും ബലിയറക്കലും തവാഫ് ചെയ്യലും സഈ ചെയ്യലൊക്കെ വേണ്ട ദിവസങ്ങളാണല്ലോ. എന്നിട്ട് പോലും ആ ദിവസത്തിൻ്റെ പേര് യൗമു തവാഫി എന്നോ യൗമു സഈ എന്നോ അല്ല, മറിച്ച് യൗമുൻ നഹർ എന്നാണ്. ബലിയുടെ ദിവസം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബലി ഇറക്കേണ്ടത് എന്നാണെന്നുള്ളത് ആ പേരിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ യൗമു അറഫ ദുൽഹജ്ജ് 9 ആ പേരിൽ തന്നെ അത് വ്യക്തമാണ്. എന്ന പോലെ തന്നെ ബലി ഇറക്കേണ്ട എന്നാന്നുള്ള ആ പേരിൽ തന്നെ, ആ ദിവസത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. എന്നാൽ അറഫയിൽ നിൽക്കേണ്ടതിന് ഒരാൾ നേരത്തെ തന്നെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ നല്ല തിരക്കാവുന്ന കരുതി നേരത്തെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. എന്ന പോലെ തന്നെ ഈ ബലി ഇറക്കലും ദുൽഹജ്ജ് 10 നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഇളവാണെന്ത്, 10 അഥവാ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ 11നോ 12നോ 13നോ നിർവഹിക്കുക. അയ്യാമത്തെ ശരിക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ളതാണ്. ഇതല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള യാതൊരു മാതൃകയും അതുപോലെ മാനദണ്ഡവും പ്രമാണവും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ബലി അറക്കണം. അത് തമത്തുവിലും ഖിറാനിലും നിർബന്ധമായ കാര്യമാണ്. ആ അറക്കുന്നത് നിശ്ചയിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ തന്നെ ആയിരിക്കും വേണം. അത് ശ്രദ്ധിക്കുക. അവസാനമായി ഇതിൽ വന്നിട്ടുള്ളൊരു ചോദ്യം, ഈ ഹജ്ജിലും ഉംറയിലൊക്കെ നമ്മൾ മുടിയെടുക്കുമ്പോൾ, പുരുഷന്മാർ മുടിയെടുക്കുമ്പോൾ ഭാഗികമായി മുടിയെടുത്താൽ ശരിയാകുമോ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ തവാഫ് ഉംറയിലൊക്കെ പ്രത്യേകിച്ച് കാണാം, തവാഫും സഈയൊക്കെ കഴിഞ്ഞിട്ട് ആ മറുവയുടെ അപ്പുറത്തുപുറത്തൊക്കെ നിന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കുന്നതാണ്. അത് ഇവിടുന്ന് ഇങ്ങനെ 2-3 മുടി വെട്ടും, ഇവിടുന്ന് അങ്ങനെ വെട്ടും, ഇവിടുന്ന് അതുപോലൊക്കെ വെട്ടും. അങ്ങനെ വെട്ടുന്നൊരു സിസ്റ്റം ഉംറക്ക് വരുന്നവരിലും കാണാൻ പറ്റും, ഹജ്ജിന് വരുന്നവരിലും കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ വളരെ ഭാഗികമായി മുടിയെടുക്കുക എന്നുള്ളതിന് ഒരു മാതൃകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് തല പഠിക്കാനാണ് പറഞ്ഞത്, എന്നാൽ മൊട്ടയടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊട്ടയടിച്ചവർക്ക് വേണ്ടി റസൂലുള്ളാഹി 3 തവണ പ്രാർത്ഥിച്ചു അനുഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങളെ ടീമിൽ മുടി വെട്ടിയവരുമുണ്ട് റസൂലേ. 4ാമത്തെ പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തന്നെ. ആ വെട്ടിയത് തന്നെ എങ്ങനെയാണ്,
അവിടെ നിന്നും 4 മുടി വെട്ടിയതല്ല, സാധാരണ മുടി വെട്ടുന്ന പോലെ വെട്ടിയതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ മുടി കളയുക എന്നുള്ളതാണ് ഹജ്ജിലും ഉംറയിൽ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജി പോലെ എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യുക, അവർ മുടി വെട്ടുക. ആ വെട്ടുന്നത് സാധാരണ പോലെ എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായി വെട്ടുക. അപ്പോൾ അവിടേക്ക് ആകുമ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് വെട്ടാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും നല്ലവർക്ക് മുടി വെട്ടി ചെറുതാക്കി വെട്ടുക എന്നുള്ളത് തന്നെയാണ്. എന്നല്ലാതെ നമ്മൾ അവിടുന്ന് 4 മുടി എടുക്കുന്ന സിസ്റ്റം അതിന് ഒരു പ്രമാണത്തിൻ്റെയോ മാതൃകയുടെയോ പിൻബലമില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഹജ്ജ് ഉംറ കർമ്മങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ആഹ്വാനം തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നല്ല, മറിച്ച് അത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത്തലില്ല എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണത്. മുടിയെടുക്കൽ അത് എടുക്കേണ്ട വിധത്തിൽ മുടി എടുത്തിട്ടുണ്ടോ, അതുപോലെ ബലി അറുത്തിട്ടുണ്ടോ, അറക്കേണ്ട സമയത്ത് അറുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള മിസ്സായി പോകാൻ സാധ്യതയുള്ള, തെറ്റായ ധാരണ കൊണ്ട് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ വല്ല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശരിക്കും ഉറപ്പുവരുത്തിയിട്ട് ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ ഞാൻ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു എന്ന ആ ബോധ്യത്തിൽ ആയിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. എന്നിട്ട് അവസാനം തവാഫുൽ വിദാ കൂടി നിർവഹിച്ച് തിരിച്ചു പോരാൻ കഴിയണം. ആ നിരക്ക് നമുക്ക് നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ പ്രവാചക ചര്യ അനുസരിച്ച് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനും അത് മഖബൂലും മബ്റൂറുമായി തീരുവാനും പരലോകത്ത് അതിൻ്റെ പ്രതിഫലമായിരിക്കുന്ന സ്വർഗം നേടിയെടുക്കുവാനും ഈ ജീവിതത്തിൽ വലിയൊരു മാറ്റം അതിലൂടെ ഉണ്ടാക്കിയെടുക്കുവാനുമൊക്കെ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.